മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളെ രക്ഷിക്കാൻ പോകുന്ന ആളും ചിലപ്പോ അപകടത്തിൽ പെടുന്നുണ്ട്. വെള്ളത്തിൽ ചാടി രക്ഷപ്പെടുത്തുക പറഞ്ഞാൽ അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റേജസ് ആണ്. നമ്മൾ അതിനെ പറഞ്ഞത് ശരിക്കും ഷൗട്ട്, റീച്ച്, ത്രോ എന്നൊക്കെ പറഞ്ഞ് കുറെ മെത്തേഡ്സ്. കേരളത്തിലെ എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു ആക്സിഡന്റ് ആയിരുന്നു ചൂരൽമല മുണ്ടക്കൈ ആ ഒരു ദുരന്തം എന്നുള്ളത്. നമുക്ക് അധികം ഡെഡ് ബോഡീസ് തന്നെയാണ് കിട്ടിയത്. ആ ഫസ്റ്റ് ദിവസം നമ്മൾ ഒരു 600-700 പേരെ നമ്മളെ സ്റ്റേഷന്റെ ലാഡറൊക്കെ വെച്ചിട്ട് ഒരു ടെമ്പററി ബ്രിഡ്ജ് ആക്കിയിട്ട് നമ്മളെ ബെയിലി പാലമൊക്കെ വരുന്നത് ഞങ്ങൾ വരുന്നത്, അതായത് 4ാമത്തെ ദിവസം വൈകിട്ടോട് കൂടിയിട്ടാണ് ബെയിലി പാലം വരുന്നത്. കാലത്തിന്റെ ഉള്ളിലൊക്കെ തല കുടുങ്ങിയ കേസുകളൊക്കെ കണ്ടിട്ടുണ്ട്. മാതാപിതാക്കൾ പാനിക് ചെയ്ത് വലിച്ചു ഊരാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ വലിച്ചൂരുന്ന സമയത്തൊക്കെ ഒരു ഹെഡ് ഇഞ്ചുറി കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ, സെർവിക്കലിന് ഒരു ഇതൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ കിണറ്, ബോർവെല് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വീഴുന്ന ആൾക്കാരുടെ അപകടങ്ങള് നമ്മളെ ഇവിടെ ബോർവെൽ കേസുകൾ വളരെ കുറവാണ്. കിണറ്റില് വീണ കേസുകൾ നിരന്തരം ഉണ്ടാവും. കിണറ്റില് ജീവികൾ വീഴും, വളർത്തുമൃഗങ്ങൾ വീഴും, ഇതുപോലെ വന്യമൃഗങ്ങൾ വീഴാറുണ്ട്. പിന്നെ ആളുകൾ ഇതുമാതിരി അറിഞ്ഞോ അറിയാതെയോ ആ രീതിയിലൊക്കെ വീഴാറുണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മൾ ഇതുപോലെ നെറ്റും കാര്യങ്ങളും, പിന്നെ നമുക്കൊരു ചേർനോട്ടൊക്കെ ഇട്ട് നമ്മൾ ഇറങ്ങിയ ആളുകളെ രക്ഷാപ്രവർത്തനം നടത്താറുണ്ട്. ശരിക്കും അവിടെ ഓക്സിജന്റെ കുറവാണോ അതോ വിഷവാതകങ്ങളുടെ സാന്നിധ്യമാണോ ശരിക്കും ആളുകളുടെ ഒരു ജീവഹാനിക്ക് കാരണമാവുന്നേ? അതിൽ വീഴ്ചയിലുള്ള ആഘാതത്തിൽ കൂടുതലായിട്ട് പരുക്കോ കാര്യങ്ങളൊക്കെ പറ്റും. അതിൽ നമ്മളൊരു അൺകോൺഷ്യസ് ആയിട്ട് വെള്ളം കുടിച്ചിട്ടോ അങ്ങനെയൊക്കെ മരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ താഴത്തേക്ക് പോകുന്തോറും താഴത്തേക്കാണെങ്കിൽ മുകളിലേക്കാണ്. ഇപ്പൊ നമ്മൾ മല കയറുകയാണെങ്കിലും നമുക്ക് കിതപ്പ് അനുഭവപ്പെടും. അതേമാതിരി താഴത്താണെങ്കിലും നമുക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ താഴേക്ക് പോകുമ്പോൾ ഓക്സിജന്റെ അളവ് കുറവാണ്. അപ്പൊ നമ്മള് ഇപ്പൊ കിണർ കുഴിക്കുന്ന സമയത്തൊക്കെ കുറച്ച് 2-3 പേര് കുഴഞ്ഞ് വീണിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കോള് വരികയാണെങ്കിൽ അവിടെ ഓക്സിജന്റെ അസാന്നിധ്യമാണ്. അപ്പൊ നമ്മൾ സ്റ്റേഷനിൽ എപ്പോഴും BSEറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള കേസാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ അതിലേക്ക് ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തരുത്. എത്ര ഫിറ്റ് ഉള്ള ആളാണെന്നുണ്ടെങ്കിലും നമുക്ക് ഓക്സിജൻ ഡെഫിഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോ നോർമൽ എയറിൽ 21% ആണ് ഓക്സിജന്റെ. നമ്മളിപ്പോ ഒരു ഐഡിയൽ ഇതെന്ന് പറഞ്ഞത് 18.5 to 23.5 ആണ് നമ്മളൊരു ഐഡിയൽ ആയിട്ടുള്ള ഓക്സിജൻ വേണ്ടത്. അപ്പൊ അതിൽ ബിലോ ആയിക്കഴിഞ്ഞാൽ നമ്മളെ എഫിഷ്യൻസി കുറയും. അപ്പൊ നമ്മളൊരു 16 ബിലോ ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ എഫിഷ്യൻസി ശരിക്കും ഒരു 50% കുറയും. അപ്പൊ നമ്മൾ താഴേക്ക് ചെല്ലുന്നവരോ ഇപ്പോൾ 12% ബിലോ, 8% ബിലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് മരിക്കാനുള്ള ചാൻസ് ഉണ്ട്, കുഴഞ്ഞു വീഴും. ഇപ്പൊ 12% ബിലോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്സിജൻ വളരെ കുറവാണ്, നമ്മൾ അൺകോൺഷ്യസ് ആയി വീഴും. 8% താഴെയാണെങ്കിൽ നമ്മൾ മരിച്ചു പോകും. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കാത്ത കിണറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ടോക്സിക് ആയിട്ട് ഈ ഫെർമെന്റേഷൻ പ്രോസസ് അതുപോലെയൊക്കെ ആയിട്ട് ടോക്സിക് ഗ്യാസസ് ഉണ്ടാവും. അപ്പൊ അത് വന്നിട്ട് ഓക്സിജനെ റിമൂവ് ചെയ്യും. അപ്പൊ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഇൻഹെയിൽ ചെയ്യുമ്പോൾ എയറിന്റെ കോൺസെൻട്രേഷൻ, എയറിൽ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പൊ നമുക്ക് സെയിം ഇഷ്യൂ ആണ് കോഴിക്കോട് നമ്മളൊരു ഡ്രെയിനേജിൽ ഒരു നൌഷാദ് എന്ന് പറഞ്ഞ ഒരു ഓട്ടോ ഡ്രൈവർ മരിച്ച കേസിൽ. അത് ഞാൻ കോഴിക്കോട് ബീച്ചിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഇൻസിഡന്റ് ഉണ്ടായിട്ടുള്ളത്. അതെങ്ങനെയാ അതിന്റെ ഡീറ്റെയിൽ ഒന്ന് സംസാരിക്കാമോ? മാൻഹോൾ, അതായത് നമ്മളിപ്പം റോഡ് ആക്സിഡന്റ്, ഈ വെള്ളത്തിൽ പോയ കേസ്, ഗ്യാസ് സിലിണ്ടർ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അത്യാവശ്യം ആളുകൾ മരിക്കുന്ന ഒരു സംഗതിയാണ് മാൻഹോൾ ഇൻസിഡൻസ്. ഈ വേസ്റ്റുകളൊക്കെ പോകുന്ന മെട്രോപൊളിറ്റൻ സിറ്റീസിലും അതുപോലെ മെയിൻ സിറ്റീസിലൊക്കെയാണ് വേസ്റ്റ് പോകുന്ന മാൻഹോൾസ് ഉള്ളത്. അപ്പൊ അതിലൊക്കെ നമ്മളിപ്പം അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊന്നും ഇതുപോലുള്ള വർക്കിനെ കിട്ടൂല. അവർക്ക് ഇതിനെ കുറിച്ചിട്ട് യാതൊരു ധാരണയില്ല. അപ്പൊ ഇങ്ങനെയുള്ളതിൽ നിന്നൊക്കെ പറഞ്ഞ ടോക്സിക്കും ഫ്ലേമബിൾ ആയിട്ടുള്ള ഗ്യാസസ് ഒക്കെയാണ് വരിക. അപ്പൊ നമ്മൾ തുറന്ന് പെട്ടെന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ ഗ്യാസസ് ആണ് പുറത്തേക്ക് വരിക. ഇപ്പൊ സൾഫർ ഡയോക്സൈഡ് ഉണ്ട്, കാർബൺ മോണോക്സൈഡ്, അങ്ങനെയുള്ള ഗ്യാസസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വിഷവാതകങ്ങളും കാര്യങ്ങളും ടോക്സിക് ആയിട്ടുള്ള ഫ്ലേമബിൾ ആയിട്ടുള്ളതും ഉണ്ടാവും. അപ്പൊ നമുക്ക്
ഒരു തീപിടുത്ത സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് ഈ ഇത് സംഗതികൾ നമ്മൾ വലിച്ചു കയറ്റി കഴിഞ്ഞാൽ ഉടനടി അൺകോൺഷ്യസ് ആയി അതിൽ തന്നെ വീണ് പോയിട്ട് മരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ കിണറിൽ വീണ ഒരാള് നമ്മളിപ്പോ കോൺഷ്യസ് ആയിട്ടിരിക്കുന്നതും അൺകോൺഷ്യസ് ആയിട്ടിരിക്കുന്നതും രണ്ട് സ്റ്റേജ് ആണ്. അപ്പൊ നിങ്ങൾ രക്ഷാപ്രവർത്തനത്തിന്റെ ഇടയിൽ ഇപ്പൊ ആൾക്ക് ബോധരഹിതനായ ഒരു അവസ്ഥ വരുമ്പോ ആ ഒരു രക്ഷാപ്രവർത്തനം കുറച്ച് ഡിഫറെന്റ് ആവും. അതപ്പോ അതെങ്ങനെയാ ചെയ്യുന്നത്? നമ്മൾ ആളെ എന്തായാലും താഴത്തുള്ള ആളെ മുകളിൽ എത്തിയിട്ട് ബാക്കിയുള്ള സംഗതികൾ നോക്കുള്ളൂ. അപ്പൊ അൺകോൺഷ്യസ് ആണ്, അല്ലെങ്കിൽ അയാൾ മരിച്ചു എന്ന് വിചാരിക്കാം, ഉടനടി നമ്മൾ പുറത്തെത്തിച്ചിട്ട് നമ്മൾ CPR കാര്യങ്ങളും കൊടുക്കും. അതിന് ഒരു സ്റ്റേജസ് ഉണ്ട്. അതിനെ കുറിച്ചുകൂടെ നമുക്ക് സംസാരിച്ച് മുന്നോട്ട് പോവാം. കാരണം CPR കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇപ്പൊ സാധാരണ ആയിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞു വീഴുന്ന അവസ്ഥകള്, അപ്പൊ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് തന്നെയാണ് CPR. അതെങ്ങനെയാണ് പ്രോപ്പർലി അത് ചെയ്യേണ്ടതെന്ന് സംസാരിക്കാമോ? നമുക്കിപ്പോ നമ്മൾ പ്രോപ്പർ വാമപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ടർഫിലൊക്കെ കളിക്കുന്ന സമയത്ത് കുഴഞ്ഞു വീണ് മരിച്ചു, അല്ലെങ്കിൽ ജിമ്മിൽ അതുപോലെ നടന്നു വീഴുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ ബസ് സ്റ്റാൻഡിലോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ കുഴഞ്ഞു വീണ് മരിക്കുക, അങ്ങനെയുള്ള കേസസ് നമ്മൾ കാണാറുണ്ട്. അപ്പൊ അവിടെ വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ 100% റിസൾട്ട് കിട്ടുന്ന, നമ്മൾ വല്ല ബ്ലോക്കോ കാര്യങ്ങളൊക്കെ ആയിട്ട് കാർഡിയാക് അറസ്റ്റിലേക്ക് നീങ്ങി ആള് മരിക്കുന്ന ഒരു സംഗതിയാണ് അത് വരുന്നത്. അപ്പൊ നമ്മൾ അതിനൊരു സ്റ്റേജസ് ആയിട്ടുണ്ട്, ഒരു 4 സ്റ്റേജസ് ആയിട്ടാണ്. നമ്മൾ ആദ്യം സീൻ സേഫ്റ്റിയാണ്. ഇപ്പൊ വെള്ളത്തിൽ വീണ ആള്, ഒരു ഷോക്ക് അടിച്ച ആള്, പിന്നെ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു സഡൻ ഒരു ആക്സിഡന്റിലോ കാര്യങ്ങളോ അങ്ങനെ മരണപ്പെടുക, അല്ലെങ്കിൽ ചോക്കിംഗ് എന്ന് പറഞ്ഞിട്ട് തൊണ്ടയിലോ കാര്യങ്ങളൊക്കെ കുടുങ്ങി ആള് ശ്വാസം മുട്ടി മരിക്കുക, ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ഫസ്റ്റ് സീൻ സേഫ് ആക്കിയിട്ട് ഒരു സ്ഥലത്ത് കിടന്ന് എന്നിട്ട് നെക്സ്റ്റ് ചെക്ക് റെസ്പോൺസ്, അയാളെ റെസ്പോൺസ് നമ്മൾ നോക്കും. റെസ്പോൺസ് നോക്കുക എന്ന് പറഞ്ഞാൽ അയാളെ തട്ടി വിളിക്കുക, അയാളെ പേരറിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡറിൽ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ തട്ടി വിളിക്കുക. വിളിക്കുന്ന സമയത്ത് റെസ്പോൺസ് ഇല്ല, നെക്സ്റ്റ് അയാളെ ബ്രീത്തും പൾസും നോക്കുക. ബ്രീത്ത് നമ്മൾ ജസ്റ്റ് ഈ മൂക്കിനോട് നമ്മൾ ചെരിച്ചു വെച്ചിട്ട് ചെവി വെച്ച് നോക്കുന്ന സമയത്ത് ഇയാൾ എടുക്കുന്നുണ്ടെങ്കിൽ സൗണ്ടും കേൾക്കാം, അത് ശ്വാസം വിടുകയാണെങ്കിൽ നമുക്ക് ചിന്നിൽ അറിയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ അയാളെ കഴുത്തിന്റെ അവിടെ നമ്മൾ പൾസ് നോക്കും. അപ്പൊ പൾസും ബ്രീത്തും ഔട്ട് ആണെന്നുണ്ടെങ്കിൽ ആള് മരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പിന് ആളെ വിളിക്കുക എന്നുള്ള, ഇതൊക്കെ നമ്മളൊരു വിത്തിൻ 10 സെക്കൻഡ്സിലാണ് ഈ സീൻ സേഫ്റ്റി, ചെക്ക് റെസ്പോൺസ്, കോൾ ഫോർ ഹെൽപ്പ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് വിത്തിൻ 10 സെക്കൻഡ്സ് ആണ്. നെക്സ്റ്റ് നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യും. CPR സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നിപ്പിളിന് നേരെ നമ്മൾ ഒരു വര വരയ്ക്കുക, മൂക്കിന് നേരെ വര വരയ്ക്കുക. ഇത് രണ്ടും കൂടി ജോയിൻ ആവുന്ന ഭാഗമുണ്ട്. ഈ മിഡിലായിട്ടുള്ള പോർഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹീൽ ഓഫ് ദ പാം വെക്കുക, എന്നിട്ട് കൈ ഓവർലാപ്പ് ചെയ്തിട്ട് പിടിക്കുക ഇതുപോലെ. എന്നിട്ട് നമ്മൾ അവിടുന്ന് കംപ്രഷൻ കൊടുക്കുക. 30 കംപ്രഷൻ ടു മൗത്ത് ടു മൗത്ത്, 30 കംപ്രഷൻ ടു മൗത്ത് ടു മൗത്ത്, അങ്ങനെ നമ്മൾ 5 സൈക്കിൾ വിത്തിൻ 2 മിനിറ്റ്സിൽ ചെയ്യുക. അതായത് 30 തവണ കംപ്രഷൻ. ആ കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 5 സെന്റിമീറ്റർ 2 ഇഞ്ച് നമ്മൾ എന്ത് വേണം, ഡെപ്ത് വേണം. 5 സെന്റിമീറ്റർ ഡെപ്ത് നമ്മൾ 100 to 120 ടൈംസ് ആണ് ചെയ്യേണ്ടത് 1 മിനിറ്റിൽ. അതായത് ഓരോരോ സെക്കൻഡിലും 2 തവണ എന്നുള്ള രീതിയിൽ കംപ്രഷൻ എന്ന് പറഞ്ഞത് ശരിക്കും ഒരു 5 സെന്റിമീറ്റർ ഡെപ്ത് വേണം, എങ്കിലാണ് അത് പ്രോപ്പറായിട്ട് വരുന്നത്. എന്നിട്ട് നമ്മൾ ഒരു 30 കംപ്രഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മൗത്ത് ടു മൗത്ത് കൊടുക്കുക. ശ്വാസോച്ഛ്വാസം അത് നമ്മൾ കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിന്ന് ലിഫ്റ്റ് ചെയ്തിട്ട്, വലിയ ആളാണെന്നുണ്ടെങ്കിൽ മൂക്ക് പൊത്തി പിടിച്ചിട്ട് വായയിലൂടെ ശക്തമായിട്ട് കൊടുക്കുക. അത് നമ്മൾ അത്രയും സ്കിൽഡ് ആണെങ്കിലേ നമ്മൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് ഇപ്പം ആംബുലൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അംബു ബാഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ഒരു പ്രസ് കൊടുത്താൽ മതി. അതുപോലെ 2 തവണ കൊടുക്കുക, പിന്നെ 30. എന്നിട്ട് നമ്മളൊരു 2 മിനിറ്റ് ഇവാലുവേഷൻ ആണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഇയാളെ ഹൃദയം ഇടിച്ചു തുടങ്ങുകയാണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ. അപ്പൊ നമ്മളെ വീട്ടിലൊക്കെ ഒരു ക്ലോക്ക് ഉണ്ടാവും അല്ലേ, ക്ലോക്കിൽ ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ സംഗതി നിൽക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 2 ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കൂടി പിന്നെയും പോകും. അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് റിമോട്ട് കൺട്രോൾ ഉണ്ടാവും, അടിച്ചു കഴിഞ്ഞാൽ സെയിം വേ നിന്ന് പോയ ഹാർട്ടിന് എന്ത് ചെയ്യാം, നമ്മൾ ഇതുമാതിരി പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ വെള്ളത്തിൽ പോയ കേസും ഷോക്ക് അടിച്ച കേസും റിക്കവറി റേറ്റ് ഏകദേശം ഒരു 100% ആണെന്ന് തന്നെ പറയാം. അതന്നെ ഇമ്മീഡിയറ്റ് വിത്തിൻ 5 മിനിറ്റ്സിൽ ചെയ്യണം. നമ്മൾ എത്രത്തോളം ഡിലേ വരുന്നോ അത്രത്തോളം അയാൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാലും അയാൾക്ക് അല്ലാതെയുള്ള റിസ്കുകൾ ഉണ്ടാവും. നമ്മളിപ്പോ ബ്രെയിൻ സെൽസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ഹാർട്ട് നിലയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പിങ് നിന്നു, അപ്പൊ നമ്മളെ സെൽസിന് എന്തില്ല, ഓക്സിജനും പോഷകങ്ങളും കിട്ടുന്നില്ല. അപ്പൊ ഒരു 5 to 10 മിനിറ്റ് ഒക്കെ
ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും നേരം ഓക്സിജൻ കിട്ടാതെ ആയി കഴിഞ്ഞാൽ ഈ ബ്രെയിൻ സെൽസും കാര്യങ്ങളൊക്കെ ഡെത്ത് ആവും. ഈ ഡെത്ത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് റീടേക്ക് ഇല്ല ഈ ബ്രെയിൻ സെൽസും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന്, അതായത് കണ്ടു നിൽക്കുന്ന അതിനെയാണ് നമ്മളിത് അവയർനെസ് ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഫയർഫോഴ്സുകാരൻ വന്നിട്ട് ചെയ്യാനുള്ള ഒരു അവസരം വളരെ കുറവായിരിക്കും അവിടെ ഉള്ള ആളുകൾ. അപ്പം മാക്സിമം നമ്മൾ ഈ അവയർനെസ്, ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളും സ്കൂൾ ലെവലിലും ഈ കുടുംബശ്രീ ലെവലുകൾ, പിന്നെ നമ്മളെ പഞ്ചായത്ത് ത്രൂ അങ്ങനെ വീട്ടമ്മമാർക്ക്, പിന്നെ ഈ ലയൺസ് ക്ലബ്ബ് അങ്ങനത്തെ സംഗതികൾ, പിന്നെ നമ്മുടെ സിവിൽ ഡിഫൻസ് വളണ്ടിയേഴ്സ് ഉണ്ട്. അവരിതുമാതിരി പലതരത്തിലുള്ള ക്യാമ്പും ക്ലാസ്സസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ കുട്ടികൾ കിണറിൽ വീഴുന്ന അപകടങ്ങൾ ഒക്കെ ഒത്തിരി കാണുന്നുണ്ട്. വെള്ളത്തിൽ വീഴുന്ന അപകടങ്ങൾ, ചെറിയ ഈ പടുത്താക്കുളങ്ങൾ, അങ്ങനെയുള്ള അപകടങ്ങൾ കാണുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മളിപ്പോൾ ഈ നമുക്ക് ഒരാളെ മുങ്ങി മരിക്കണമെങ്കിൽ എത്ര വെള്ളം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇയാൾക്ക് നീന്തൽ അറിയോ എന്നുള്ളത് ഒരു വസ്തുതയാണ്. ചെറിയ കുട്ടിയാണെന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു 6 മാസത്തിനിടയ്ക്ക് ഇതുമാതിരി ഒരു ടൂർ വന്ന ഒരു കുട്ടി, അവര് എയർപോർട്ടിൽ അവര് ഫുഡ്, ആ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിരിക്കുന്ന സമയത്ത് കാനയിൽ വീണ് മരിച്ചുപോയ ഒരു കേസ് ഉണ്ടായിരുന്നു. ഒരു ബോംബെ സ്വദേശിയാണ്. ഒരു 6 മാസത്തിനിടയ്ക്ക് ഞങ്ങൾ അറ്റൻഡ് ചെയ്ത കേസാണ് അത്. അപ്പോൾ പിന്നെ അതുപോലെ വയനാട്ടിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുട്ടി ഇതുമാതിരി അവർ റിസോർട്ടിൽ പോയ സമയത്ത് ചെറിയൊരു നമ്മളെ സ്വിമ്മിംഗ് പൂൾ അല്ല കുളം, മറ്റേ എന്താണ് താമരക്കുളം, ചെറിയ അതിൽ ഇതുമാതിരി കുട്ടി പോയിട്ട് പൂവ് പറിക്കാൻ നേരത്ത് മുങ്ങിയപ്പോ ജസ്റ്റ്, അതായത് കുറെ സമയമൊന്നും വേണ്ട നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ, കുഞ്ഞു കുട്ടികൾ ബക്കറ്റിലൊക്കെ ബക്കറ്റിലൊക്കെ, അതായത് ജസ്റ്റ് അവരെ ലങ്സിലേക്ക് വെള്ളം കയറി കഴിഞ്ഞു. അപ്പൊ നമ്മള് ശ്വാസകോശം സ്പോഞ്ച് പോലെയാന്ന് കേട്ടിട്ടുണ്ട്. ശ്വാസകോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എയർ ക്യാരിങ് കപ്പാസിറ്റി കുറയാണ്. വെള്ളം കയറി കഴിഞ്ഞാൽ അതിന്റെ ഇലാസ്റ്റിസിറ്റി കുറയും. അപ്പൊ ഒരു ഹൈപ്പോട്രോഫി ക്രിയേറ്റ് ആയിട്ട് ആള് മരിക്കുകയാണ് ചെയ്യുന്നത്, ഒരു കാർഡിയാക് അറസ്റ്റിലേക്ക്. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ഈ CPRന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ CPR കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെ രക്ഷപ്പെടുത്താൻ പറ്റും. പിന്നെ ബോട്ട് ആക്സിഡന്റുകളൊക്കെ നടക്കുമ്പോൾ എപ്പോഴും ഒരു സേഫ്റ്റി മെഷർ ആയിട്ട് പറയുന്നതാണ് നമ്മൾ ലൈഫ് ജാക്കറ്റ് യൂസ് ചെയ്യണം എന്നുള്ളത്. അതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാമോ? അതായത് നമ്മളിപ്പോ ഒരു ടൂറോ കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഉണ്ടാവും. അപ്പൊ അതിൽ എല്ലാവർക്കും നീന്തലോ കാര്യങ്ങളോ അറിഞ്ഞോളണമെന്നില്ല. അപ്പൊ നമ്മൾ ഈ ലൈഫ് ജാക്കറ്റ് പ്രോപ്പറായിട്ട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഫ്ലോട്ടിംഗ് ഡിവൈസ് ആണ്. അപ്പൊ എപ്പോഴും ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വെള്ളത്തിൽ നമ്മൾ പൊങ്ങിക്കിടക്കും. അപ്പം ആ ഒരു മുങ്ങി മരണം ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും എളുപ്പമാണ്. ഇപ്പം ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്ത് ഒരാൾ പൊന്തി നിൽക്കുന്നുണ്ട് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. പിന്നെ ഈ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളെ രക്ഷിക്കാൻ പോകുന്ന ആളും ചിലപ്പോ അപകടത്തിൽ പെടുന്നുണ്ട്. നമ്മൾ ഈ വെള്ളത്തിലകപ്പെട്ട ആളെ പോയി വെള്ളത്തിൽ ചാടി രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റേജസ് ആണ്. നമ്മൾ അതിനെ പറയുന്നത് ശരിക്കും ഷൗട്ട്, റീച്ച്, ത്രോ എന്നൊക്കെ പറഞ്ഞ് കുറെ മെത്തേഡ്സ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് അതിലൊന്നും കിട്ടൂല. നമ്മൾ വെൽ ട്രെയിൻഡ് ആണ്, എനിക്കയാളെ രക്ഷപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ചാടാൻ പാടുള്ളൂ. ഇപ്പൊ ഒരു അമ്മയും കുട്ടിയാണെന്നുണ്ടെങ്കിൽ കുട്ടി വെള്ളത്തിലകപ്പെട്ട അമ്മ നീന്തൽ അറിയോ അറിയില്ല എന്നുള്ളത് അവരെടുത്ത് ചാടുക. രണ്ടാളും ഇമോഷനെയാണ് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അവരും മരിക്കും. പിന്നെ വെള്ളത്തിൽ പോയ കേസ്, ഈ രക്ഷാപ്രവർത്തനത്തിന് പോയ കേസ് എന്ന് പറഞ്ഞാൽ നീന്തൽ അറിയുന്നവരാണ് കൂടുതലായിട്ട് മരിച്ചിട്ടുള്ളത്. അതായത് അവർ രക്ഷപ്പെടുത്താൻ ചാടും. പക്ഷെ വെള്ളത്തിൽ മുങ്ങി താഴുന്ന ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാള് ആ ജീവൻ മരണ ആ വെപ്രാളത്തിലാണ്. അപ്പോൾ അയാൾ മറ്റാളെ പിടിച്ച് മുക്കുകയാണ് ചെയ്യുന്നത്. ഇൻ കേസ് നമ്മൾ വെള്ളത്തിൽ ചാടി കഴിഞ്ഞാൽ ഒന്ന് ചെയ്യാനുള്ളത്, നമുക്ക് നീന്താൻ അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇയാൾ കയറി പിടിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ നന്നായിട്ട് താഴ്ന്നു മുങ്ങി കൊടുക്കുക. അപ്പൊ എന്താവും, അയാൾ മുങ്ങാൻ തുടങ്ങും. അപ്പൊ അയാൾക്ക് ശ്വാസം കിട്ടാതെ നമ്മളെ പിടുത്തം വിട്ടും. രണ്ടാമത് അയാളെ കയറി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നെഞ്ചിനെ കണക്കായിട്ട് കൈ മുഷ്ടി ഇതാക്കിയിട്ട് ശക്തമായിട്ട് അയാളെ വിടിയിപ്പിക്കുക. നമ്മളിങ്ങനെ സർവീസിന്റെ ഇടയിൽ രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരാള് മരത്തിന്റെ മുകളിൽ കയറി കഴിഞ്ഞ് താഴെ ഇറങ്ങാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥ, അവർക്കത് രസമായിരിക്കില്ല. പക്ഷെ ചെറിയ കൗതുകം ഉണർത്തുന്ന അപകടങ്ങൾ, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാവോ?
അത് നമ്മൾ ഈ മെട്രോയില് പൂച്ച കുടുങ്ങിയതും അതുപോലെയുള്ള അങ്ങനത്തെ ജീവികൾ. അത് പക്ഷെ ഭയങ്കര രസമുള്ള ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു അല്ലെ. മലയാളികൾ അതങ്ങ് ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ നല്ല രീതിയിൽ വൈറലായ ഒരു സംഭവമായിരുന്നു അത്. പിന്നെ ഈ ശ്രീശാരദ സ്കൂളിന്റെ മുകളിൽ ഒരു പൂച്ച കയറിയിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനും ഇതൊന്നും പറ്റുന്നില്ല. അതുമാതിരി ഭയങ്കര വൈറലായിട്ട് വന്നിരുന്നു. അതെല്ലേ, അതൊരു റെസ്ക്യൂ ഓപ്പറേഷൻ ആണ്. അതിന്റെ കൂടെ കുട്ടികൾക്കുള്ള ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ടായിരുന്നു. ഈ പൂച്ച ഭക്ഷണം കിട്ടാതെ അതിന്റെ മുകളിൽ കുടുങ്ങിക്കൊണ്ടിരിക്കുക. അതുമാതിരി ചില വീടിന്റെ മുകളിലൊക്കെ പൂച്ച കുടുങ്ങിയിട്ടും പിന്നെ ഈ പ്രാവ് കുടുങ്ങിയ അങ്ങനത്തെ കേസുകൾ റിസ്കിയാണ്. ചില സംഗതികൾ ഇപ്പൊ ലൈനിന്റെ മുകളിൽ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു കാലടിയിൽ ഈ ഹൈ ടെൻഷൻ ലൈനിന്റെ മുകളിൽ ഒരു പ്രാവ് ഇതിൽ കുടുങ്ങി എന്ന് പറഞ്ഞിട്ട് മുകളിൽ കുടുങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞാൽ അതൊന്നും കൂടി നോക്കട്ടെ. പിന്നെ പ്രാവ് തത്തി കളിച്ച സമയത്ത് അത് പൊട്ടി അങ്ങനെ ചെയ്തത്. ഓക്കെ, പക്ഷെ ഈ ജീവികളായിട്ടുള്ള ഒരു സെഷൻ വരുമ്പോ നമ്മള് ചില സമയത്ത് പാനിക് ആവേണ്ട അവസ്ഥകൾ വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നേരത്തെ നമ്മൾ പറഞ്ഞു കിണറിലൊക്കെ ജീവികൾ ചാടി. ഇപ്പൊ പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളാണെങ്കിൽ പോലും നമ്മളൊരു സ്ട്രേഞ്ചർ ചെന്ന് പെട്ടെന്ന് ചെല്ലുമ്പോഴത്തേനും ഇവര് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന അവസ്ഥകൾ വരില്ലേ? ഇത് രക്ഷിക്കാനാണെന്ന് അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ പട്ടിയൊക്കെയാണ് നമ്മൾ ഈ ഡൊമസ്റ്റിക് ആയിട്ടുള്ളത് അവൻ ട്രാപ്ഡ് ആണെന്നുള്ള രീതി അറിയാം. വരുന്ന ആളുകള് ജീവികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ അത്ര ഒരു ക്രൂവലല്ല. അവർക്ക് കുറച്ചും കൂടി ബോധ്യമുണ്ട്, കാര്യബോധ്യമുണ്ട്. അവരെ രക്ഷപ്പെടുത്താൻ വരികയാണ്. വൈൽഡ് അനിമൽസ് ഒക്കെ ആണെങ്കിലോ വൈൽഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫേസ് ടു ഫേസ് ചെയ്യാതെ ഇൻഡയറക്റ്റ് പോലെ ചെയ്യണം. ബുദ്ധിമുട്ട് തന്നെയാണ്. ശരി, 2026 ഒരു ട്രെൻഡ് ആയിരുന്നു പാമ്പുകള്. വേനലായിട്ടുള്ള സമയത്ത് പാമ്പുകൾ വീടുകളിലേക്ക് ഒത്തിരി കയറി വരുന്ന ഒരു കേസ്. അങ്ങനത്തെ കേസുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? അല്ല, നമ്മളെ സ്റ്റേഷനിലേക്ക് കോള് വരാറുണ്ട്. മൂർക്കൻ, അണലി, രാജവമ്പാല എന്നൊക്കെ പറഞ്ഞിട്ട് കോളുകൾ വരാറുണ്ട്. ഇപ്പൊ നമ്മളെ ഈ ഏരിയ, ഈ എയർപോർട്ട് ഏരിയ, നമ്മളെ ഏരിയ ഒക്കെ കുറെ മൂർക്കൻ പാമ്പിന്റെ ഒരു കേന്ദ്രമാണെന്ന് പറയാം. മലമ്പാമ്പ് ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു. മലമ്പാമ്പ് പിന്നെ അത്ര ഡേഞ്ചർ അല്ല, വിഷമുള്ളതോ കാര്യങ്ങളോ അങ്ങനെ ചുറ്റി പിടിക്കുന്ന അങ്ങനത്തെ കേസുകളോ കാര്യങ്ങളോ ഉള്ളൂ. ഇത് ബാക്കിയുള്ള വെനമസ് ആയിട്ടുള്ള സംഗതികൾ റിസ്ക് തന്നെയാണ്. അപ്പൊ അതിനെ ശരിക്കും ഫോറസ്റ്റിന്റെ ഒരു സർപ്പ ആപ്പ് ഉണ്ട്. അതായത് ഇപ്പൊ ഞങ്ങളൊരു 2-3 വളണ്ടിയേഴ്സ് ഉണ്ട്. ഇപ്പൊ എന്റെ സ്റ്റേഷനിൽ സിവിൽ ഡിഫൻസ് വളണ്ടിയർ ആയിട്ടുള്ള ലിൻസ് വർഗീസ്, അവൻ ട്രെയിൻഡ് ആണ്, ഈ സർപ്പ ട്രെയിൻഡ് ആണ്, അയ്യമ്പുഴ ഭാഗത്താണ്. അപ്പൊ നമ്മളിപ്പോ എന്തുണ്ടെന്നുണ്ടെങ്കിലും അവനെ വിളിച്ചിട്ടാണ്. അതുപോലെ നമ്മളെ കുറെ എറണാകുളം ജില്ലയിലും തൃശ്ശൂരൊക്കെ ആയിട്ട് കുറെ നമ്മളെ വളണ്ടിയേഴ്സ് ഉണ്ട്. അവർക്ക് ഈ ഫോറസ്റ്റ് അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ ഏരിയ എവിടെയാന്ന് വെച്ചാൽ ഒരു കൺസേൺഡ് ആയിട്ടുള്ള ആ സർപ്പ വളണ്ടിയറെ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർ വന്നിട്ട് ഇത് സ്വയമായിട്ട് ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ നോക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ പാമ്പിനൊക്കെ തല്ലി കൊല്ലുന്ന ആളുകളുണ്ട്. അപ്പൊ അത് എത്രത്തോളം അപകടകരമാണെന്നുള്ള തല്ലി കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ജീവനി ഒരു ഭീഷണിയാണ്. അപ്പൊ നമുക്ക് കടിയേൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഒരു ജീവി നമ്മളെ ഇങ്ങോട്ടേക്ക് വന്ന് ഉപദ്രവിക്കൂല. അപ്പൊ അത് വന്ന വഴി അങ്ങോട്ട് പോയിക്കോളും. അത് എലീനെ കണ്ടിട്ടോ നമ്മളെ ഈ പരിസരം വൃത്തിയല്ലാന്നുണ്ടെങ്കിലാണ് ഈ എലികൾ വരിക. അപ്പൊ എലീനെ പിടിക്കാൻ എന്നുള്ള രീതി അങ്ങനെയൊക്കെയാണ് വരിക. അപ്പൊ നമ്മളെ പരിസരം വൃത്തിരഹിതമായിട്ട് വെച്ച് കഴിഞ്ഞാലാണ് ഇങ്ങനെയുള്ള ജീവികളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അടിച്ചു കൊല്ലൊന്നും ചെയ്യാതെ ഇതുമാതിരി വിളിച്ചതാക്കുക, അല്ലെങ്കിൽ നമ്മളൊന്ന് അതിനെ പോവാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അങ്ങോട്ട് പോയിക്കോളും. പിന്നെ ഉത്സവ പറമ്പിലൊക്കെ മെയിൻ പ്രശ്നമാണ് ഈ ആന മതം പൊട്ട അങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ശരിക്കും നിങ്ങളാണോ അതിന്റെ ഓപ്പറേഷൻസ്? അതിന് ഫോറസ്റ്റിന് എലിഫന്റ് സ്ക്വാഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ഒരു 3 മാസത്തിനിടയ്ക്ക് അങ്കമാലി ഇതേമാതിരി ഒരു കോള് വന്നിരുന്നു. ഒരാളെ ചവിട്ടിക്കൊന്ന. അതിലുള്ള ആളെ ഞങ്ങളാണ് എടുത്ത് ആംബുലൻസിൽ പെട്ടെന്ന് പോകണം. പക്ഷെ ആളെ മരിച്ചിട്ടുണ്ടായിരുന്നു. അത് ആ വണ്ടി ഡ്രൈവർ ആയിരുന്നു. അവന്റെ റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ആനയായിരുന്നു. അത് ചവിട്ടി, അതായത് ഒരാളിന്റെ സൈഡിലാണ് ഇട്ടിട്ടാണ് ഈ ഡ്രൈവറെ ചവിട്ടി അരച്ചത്. എന്നിട്ട് ആന ബാക്കോട്ട് പോവും, പിന്നെയും രണ്ടാമത് വരും, പിന്നെയും കുറച്ചു നേരം അവനെ പിടിച്ച് ചവിട്ടി അരച്ച് കളിക്കുക, പിന്നെയും അങ്ങനെ ഒരു 6-7 തവണ റിപ്പീറ്റ് ചെയ്തു. അപ്പം നമ്മൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ മാറ്റി കഴിഞ്ഞാൽ ആന പുറത്തേക്ക് ഇറങ്ങുമോ എന്നുള്ളതായിരുന്നു നമ്മളെ. അതായത് റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അപകടം കൂടുതൽ. ഇത് അമ്പലത്തിന്റെ പരിസരത്താണ്. അന്ന് വൈകിട്ടോ അല്ലെ പിറ്റേന്നും അവിടെ ഉത്സവം നടക്കാനും കൂടി ഉള്ളതായിരുന്നു. അപ്പൊ നമ്മള് ഫോറസ്റ്റുകാരോട് ചോദിച്ചപ്പോ പറഞ്ഞില്ലേ എടുത്തുകൊണ്ട് വെച്ചിട്ട് കുഴപ്പമില്ല. അപ്പൊ ആന തിരിഞ്ഞ് പോയ സമയത്ത് ഞങ്ങള് 4 പേര് ആംബുലൻസ് വെച്ചിട്ട്
ഫാസ്റ്റായിട്ട് നമ്മളെ ഫയർമാൻമാർ എടുത്ത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകും. പിന്നെ ആന തിരിച്ചു വന്ന് നോക്കി, ആളെ കണ്ടില്ല. അപ്പോഴാണ് അടുത്ത ജനറേറ്ററും ഉള്ള ആ വണ്ടിയൊക്കെ കുത്തി മറിച്ചിട്ടത്. അത് പക്ഷേ വേറെ ഡിപ്പാർട്ട്മെന്റ്. ആനേനെ കൺട്രോൾ ചെയ്യുന്നത് ഫോറസ്റ്റ് അനുമതിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഒരു QRT ഒക്കെ ഉണ്ട് അവർക്ക്, RRT അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ. ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഫയർ റെസ്ക്യൂ മെയിൻലി ഇടപെടുന്നത്. ജനങ്ങളുടെ ജീവനെയും സ്വത്തിനെയും സംരക്ഷണം നൽകുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാ കേസും ഇതുമാതിരി പോലീസും ഫയർഫോഴ്സും ഒക്കെ എല്ലാ കേസിനും നമ്മളെ വിളിക്കും. അപ്പൊ ഈ വൈൽഡ് ആയിട്ടുള്ള റിലേഷൻ വരുമ്പോ ഫോറസ്റ്റ് ഉണ്ടാവും. ഇനി ലിഫ്റ്റിൽ കുടുങ്ങി പോകുന്ന അപകടങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ആളുകൾ പെട്ടെന്ന് പാനിക്കാവും. ഇപ്പൊ നമ്മളാണെങ്കിലും ലിഫ്റ്റിൽ പെട്ടെന്ന് കുടുങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷൻ വരും, ബ്രീത്തിങ് ഇഷ്യൂ ഇവിടെ ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ശ്വാസം എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ വരും. എങ്ങനെയാണ് ശരിക്കും പ്രോപ്പർ ആയിട്ട് അത് നമ്മൾ ചെയ്യേണ്ടത്? അകത്ത് കയറി കഴിഞ്ഞാൽ ലിഫ്റ്റിൽ നമ്മൾ ഇൻ കേസ് കുടുങ്ങി പോയി കഴിഞ്ഞാൽ നമ്മൾ പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അതിൽ വെന്റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ശ്വാസം മുട്ടി മരിക്കുന്ന കേസൊന്നും ഇല്ല. 2 ദിവസം 3 ദിവസമൊക്കെ ലിഫ്റ്റിൽ കുടുങ്ങിയ വാർത്തയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മള് അതായത് എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും നമ്മളൊരു കാം ആൻഡ് ക്വയറ്റായിട്ട് നിൽക്കുക. അപ്പോഴേ നമുക്ക് കൃത്യമായ ഡിസിഷൻസ് പറ്റുള്ളൂ. അതിൽ നമ്പറോ കാര്യങ്ങളോ ഇല്ല, എമർജൻസി ബട്ടൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഞെക്കി പിടിക്കുക. നമുക്ക് റേഞ്ച് കിട്ടാൻ പലതും ലിഫ്റ്റിനുള്ളിൽ റേഞ്ച് കിട്ടാറില്ല. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, ഫോൺ വിളിച്ചിട്ട് അറിയിക്കുക. അല്ലെങ്കിൽ നിയറസ്റ്റ് എപ്പോഴും എവിടെ എന്തിൽ കുടുങ്ങി കഴിഞ്ഞാലും ഇമ്പോർട്ടൻസ് 101 അതൊരു എമർജൻസി അതിനെ കൊണ്ട് കണക്ട് ചെയ്യാൻ ഇത് കൂടുതലാണ്. കൃത്യമായി ലൊക്കേഷൻ പറയാം, നമ്മൾ ഇന്ന ലിഫ്റ്റ് കുടുങ്ങി. അതായത് ഞങ്ങൾക്ക് വന്ന കോളുകൾ അവർ തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ നമുക്ക് കോൾ വന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ ഉള്ളിലുള്ള ആൾ വിളിച്ചിട്ടാണ് നമ്മൾ അറിഞ്ഞത്. അവിടെ കുടുങ്ങി ഞങ്ങൾ വന്നപ്പോഴാണ് ലിഫ്റ്റിൽ ആള് കുടുങ്ങി. അപ്പൊ തന്നെ നമ്മൾ വന്നിട്ട് നമ്മളെ അടുത്ത് ലിഫ്റ്റ് കീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ തുറന്ന് നമ്മൾ ഉള്ളിൽ കയറിയിട്ട് ആളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിലെ എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു ആക്സിഡന്റ് ആയിരുന്നു ചൂരൽമല മുണ്ടക്കൈ ആ ഒരു ദുരന്തം എന്നുള്ളത്. അപ്പോൾ സാർ അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടോ? എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് ഒന്ന് സംസാരിക്കാമോ? ആ വർഷമാണ് ഞാൻ ട്രാൻസ്ഫർ ആയിട്ട് അങ്കമാലിയിലേക്ക് വന്നത്. ഞാൻ വയനാട്ടിൽ നിന്ന് തന്നെയാണ് വരുന്നത്. മാനന്തവാടി സ്റ്റേഷൻ ഓഫീസറായിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വരുന്നത്. ഞാൻ ഇവിടെ എത്തിയൊരു 4ാമത്തെ ദിവസം, അതായത് ജൂലൈ 30 ആണ്. അന്നൊരു നൈറ്റ് ഒരു 1 മണി 2 മണി ആ സമയത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. അപ്പം ആ സമയത്ത് കൽപ്പറ്റ, മാനന്തവാടി, ബത്തേരി ക്രൂ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ വലിയൊരു ദുരന്തം തന്നെയാണ്. നമ്മളിപ്പോ ഔദ്യോഗിക കണക്ക് പ്രകാരം 300-400 ആളുകൾ വളരെ ഞെട്ടിച്ച, വളരെ പാനിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. നമുക്ക് അപ്പം തന്നെ നമ്മൾ ഓൾ കേരള ഫയർ സർവീസ് നമ്മൾ പല ഗ്രൂപ്പുകളായിട്ട് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഞാനും ഒരു ജോസ് ജെയിംസ് ഉണ്ട്, നോർത്ത് പറവൂർ സ്റ്റേഷൻ ഓഫീസർ. ഞങ്ങൾ 2 പേരെ നേതൃത്വത്തിലാണ് 100ഓളം പേര് അന്ന് പുലർച്ചയ്ക്ക്, ഇപ്പോൾ 2 മണി ആ സമയത്താണ് വന്നത്. ഞങ്ങൾ 6-6:30 കൂടിയിട്ട് തന്നെ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പോകുന്ന വഴിക്കൊക്കെ ശക്തമായ വെള്ളം കയറിയിട്ട് വലിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ. അതില് നമ്മള് വടക്കാഞ്ചേരി വെച്ചിട്ട് എൻ്റെ ജീപ്പ് വെള്ളത്തിൽ ഇതായി. നമ്മൾ പോകുന്ന വഴിയൊക്കെ വെള്ളത്തിലാണ്. അപ്പൊ വെള്ളം കയറി ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ. വേറെ സ്റ്റേഷനിൽ നിന്ന് QRV ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ അന്ന് രാത്രിയോട് കൂടിയിട്ടാണ് എത്തിയത്. 3 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് നിരവധി ആളുകളെ, നമുക്ക് അധികം ഡെഡ് ബോഡീസ് തന്നെയാണ് കിട്ടിയത്. ആ ഫസ്റ്റ് ദിവസം നമ്മൾ ഒരു 600-700 പേരെ നമ്മളെ സ്റ്റേഷന്റെ ലാഡറൊക്കെ വെച്ചിട്ട് ഒരു ടെമ്പററി ബ്രിഡ്ജ് ആക്കിയിട്ട്, നമ്മളെ ബെയിലി പാലൊക്കെ വരുന്നത് ഞങ്ങൾ വരുന്ന, അതായത് 4ാമത്തെ ദിവസം വൈകിട്ടോട് കൂടിയിട്ടാണ് ബെയിലി പാലം. അതുവരെ ഈ ഫയർഫോഴ്സുകാരും രക്ഷാപ്രവർത്തകരും മറ്റ് ബാക്കി വളണ്ടിയേഴ്സും സന്നദ്ധ പ്രവർത്തകരും പോലീസും എല്ലതും ഞങ്ങൾ നിർമ്മിച്ച നമ്മളെ സ്റ്റേഷനിലുള്ള ഫയർ ടെൻഡറിന്റെ ലാഡർ വെച്ചിട്ട് നദിക്ക് കുറുകെ ഇട്ട് ഒരു ചെറിയൊരു ടെമ്പററി ബ്രിഡ്ജിലൂടെയാണ് ആളുകള്, അതിൽ നമ്മളൊരു 600-700 പേരെ ജീവനുള്ള ആളുകളെ ഇതിലൂടെ നമ്മൾ രക്ഷപ്പെടുത്തി. ബാക്കി നമ്മൾ പിന്നെ റോപ്പ് റെസ്ക്യൂ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മള് ഒരു മൗണ്ടനറി ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. STF എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും അവിടെ മൊബിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ പുഴ വഴിയൊഴുകി മാറിയ സമയത്ത് അവിടെ ഒരു വലിയൊരു ആൽമരം കണ്ടിട്ടുണ്ടാവും. ആ ആൽമരത്തെയാണ് നമ്മൾ റോപ്പ് കെട്ടിയിട്ട് ഈ ഡെഡ് ബോഡീസ് ഫസ്റ്റത്തെ ദിവസം 2ാമത്തെ ദിവസമൊക്കെ ആയിട്ട് നമ്മളൊരു 60ഓളം ആളുകളെ ബോഡീസ് ഈ റോപ്പ് വഴി നമ്മൾ എത്തിച്ചിട്ടുണ്ട്.
നമ്മളിപ്പം 2 ദിവസം 3 ദിവസം കൊണ്ടൊക്കെയാണ് അവിടേക്ക് JCBയും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുള്ളത്. അത്രയും വലിയൊരു ഭയങ്കരമായിട്ടുള്ള ഒരു നോർമൽ JCBക്കൊന്നും അങ്ങോട്ടേക്ക് വരാൻ തന്നെ പറ്റില്ല. നമുക്ക് ഈ മാന്തി എടുക്കുക എന്ന് പറഞ്ഞാൽ ചളിയിൽ കുടുങ്ങിയ ആളുകളെ എടുക്കുക എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള ഒരു മാൻ പവർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. മെഷീനറീസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പ്രകൃതി ദുരന്തങ്ങളുടെ കേസ് വരുമ്പോ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചില്, അങ്ങനെയുള്ള ദുരന്തങ്ങളും കോമൺ ആയിട്ട് കാണാറുള്ളതാണ്. അപ്പൊ ആ ഒരു അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ആളുകൾ എങ്ങനെയാണ് ജാഗ്രത പാലിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊന്ന് പറയാവോ? അല്ല, നമ്മൾ ഈ മൺസൂൺ സീസൺ വരുന്നുണ്ടല്ലേ, ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആ സമയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ലാൻഡ് സ്ലൈഡ് അങ്ങനെയുള്ള ഏരിയസിലുള്ള ആളുകൾ നമ്മൾ നിർദ്ദേശങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും ഈ റെഡ് അലേർട്ട് കാര്യങ്ങൾ അങ്ങനെയുള്ള അലേർട്ടുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ അതിനനുസരിച്ചിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാത് സമയത്ത് അതാത് ഡിപ്പാർട്ട്മെന്റുകൾ തരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. പിന്നെ നമുക്ക് അസ്വാഭാവികമായിട്ട് വല്ല എന്തെങ്കിലും ശബ്ദങ്ങളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മണ്ണൊലിപ്പോ പിന്നെ ഈ പാറേൻ്റെ ഇടയിലോ കൂടെ ശക്തമായിട്ടുള്ള ജലം വരുന്നതോ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഈ മരങ്ങള് ചെരിഞ്ഞു നിൽക്കുക അങ്ങനെയുള്ള സംഗതികളൊക്കെ ഈ ഉരുൾപൊട്ടലിനൊക്കെ ലക്ഷണങ്ങളാണ്. അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഈ വൾണറബിൾ ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് മാറിയിട്ട് സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എപ്പോഴും നമ്മൾ വീടും കാര്യങ്ങളൊക്കെ വെക്കുന്നത് അങ്ങനെയുള്ള ഒരു ടെറൈൻ ചൂസ് ചെയ്യാം. പിന്നെ കുട്ടികളുടെ കേസുകൾ നമ്മൾ എടുക്കുമ്പോൾ അപ്പൊ കുട്ടികളുടെ അപകടങ്ങളിൽ മെയിനിൽ നമ്മൾ ഇപ്പൊ ഇപ്പൊ വെക്കേഷൻ സമയത്തൊക്കെ കൂടുതലായിട്ട് കണ്ടതാണ് ഈ പാത്രങ്ങളില് കലങ്ങളിലൊക്കെ കുടുങ്ങി പോകുന്ന, ഇത് തലഭാഗം കുടുങ്ങി പോകുന്ന കുട്ടികളുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല, കുട്ടികളത് നമുക്ക് രക്ഷിതാക്കളുടെ ശ്രദ്ധ വേണമെന്നുള്ളത് മസ്റ്റായിട്ടുള്ള സംഗതി അറിയില്ല. ഈ ഗ്യാസ് സിലിണ്ടറിനുള്ളിൽ കുടുങ്ങിപ്പോയതും തലയിൽ ഇത് കുടുങ്ങിയ അങ്ങനത്തെ കേസൊക്കെ നമുക്ക് വരാറുണ്ട്. സ്റ്റേഷനിലൊക്കെ ചെറിയ കട്ടറും കാര്യങ്ങളൊക്കെ, പിന്നെ ഈ മോതിരം കുടുങ്ങിയ കേസ് അതൊക്കെ സ്ഥിരമായിട്ട് വരുന്നതാണ്. അത് തന്നെ അതുപോലെ കട്ടിങ് ആയിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പല ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഒഴിവാക്കിയത് ഫയർ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ മുറിച്ച് തരുന്നു. നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് ഞങ്ങളതായിട്ട് ഡിസൈൻ ചെയ്ത ചെറിയ ചെറിയ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ. ഇപ്പൊ മാതാപിതാക്കൾ ഇപ്പൊ പെട്ടെന്ന് പാനിക് ആവുമല്ലോ, കുട്ടികളെ ഇപ്പൊ കലത്തിന്റെ ഉള്ളിലൊക്കെ തല കുടുങ്ങിയ കേസുകളൊക്കെ കണ്ടിട്ടുണ്ട്. മാതാപിതാക്കൾ പാനിക് ഇത് വലിച്ചു ഊരാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാല്? നമ്മൾ വലിച്ചൂരുന്ന സമയത്തൊക്കെ ഒരു ഹെഡ് ഇഞ്ചുറി കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ, സെർവിക്കലിന് ഒരു ഇതൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മള് നല്ല രീതിയിലൊന്ന് നോക്കുക. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുമാതിരി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ അടുത്ത് എത്തുക, എന്നിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കുക. കുട്ടികളെ ഒന്ന് സമാധാനിപ്പിക്കുക. ശ്വാസം മുട്ടുന്നോ കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ പെട്ടെന്ന് പാനിക് ആവും. അപ്പൊ കുട്ടീനൊന്ന് ചെറിയ കുട്ടികളെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞത് നമുക്ക് വലിയ ടാസ്ക് ആണ്. അവര് കരഞ്ഞുകൊണ്ടിരിക്കും, അവര് വയലന്റ് ആയിക്കൊണ്ടിരിക്കും. വലിയ ആളുകളാണെന്നുണ്ടെങ്കിൽ കുറച്ച് വേദനയൊക്കെ കടിച്ചു പിടിച്ച് നിൽക്കും. ഈവൻ മൃഗങ്ങളാണെന്നുണ്ടെങ്കിലും കയ്യോ കാലൊക്കെ കുടുങ്ങിയാലും സൈലന്റ് ആയിട്ട് നിൽക്കും, അതിനെ രക്ഷപ്പെടണം എന്നുള്ള രീതിയിൽ. കുട്ടികളത് ഭയങ്കര പ്രയാസമാണ്. മോതിരവും കാര്യങ്ങളൊക്കെ കുടുങ്ങിയെന്ന് പറഞ്ഞാൽ കുട്ടി ഇരുന്ന് തരില്ല. അവർക്ക് പേടിയാവും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മളതായിട്ടുള്ള രീതിയിൽ മുട്ടായി കൊടുത്തിട്ടും അങ്ങനെ കുട്ടികളെ ഒരു കുറച്ച് പാമ്പറിംഗ് ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്യാന്നുള്ളതുകൊണ്ട്. അതുപോലെ തന്നെ കോമൺ ആണ് ഈ മുറിയിലും ബാത്റൂമിലൊക്കെ അകത്തുനിന്ന് ലോക്ക് ചെയ്തോളൂ. അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാൽ ഇത് ചവിട്ടി പൊളിക്കാനോ എന്തെങ്കിലും ഇട്ടിട്ട് കുത്താനൊന്നും പാടില്ല. എപ്പോഴും കുട്ടികളെ എവിടെ നിന്ന് നിൽക്കും, ഈ ഡോറിനോട് ചേർന്ന് നിൽക്കും. അപ്പൊ ജനവാതിലോ വലിയ വെന്റിലേറ്ററോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിലൂടെ കുട്ടീനെ സംസാരിച്ചിട്ട് അങ്ങോട്ടേക്ക് മാറ്റുക. എന്നിട്ട് ഫയർഫോഴ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളടുത്ത് ഈ ബോൾട്ട് കട്ടറും അതുപോലുള്ള സംഗതികളൊക്കെ ഉണ്ട്, ഡോർ ലോക്കറൊക്കെ ഉണ്ട്, ഡോർ ഓപ്പണറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് കുട്ടീനെ രക്ഷപ്പെടുത്താന്നുള്ളതാണ്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന അവയർനെസ് ക്ലാസ്സുകളിൽ മെയിൻലി സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് എയ്ഡുകൾ. ഇപ്പൊ നമ്മുടെ വീട്ടമ്മമാർക്കും ചെറിയ കുട്ടികൾക്കും ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത്
റിക്കവർ ആക്കണ്ടേ എന്നുള്ളത്, അല്ലെങ്കിൽ തൽക്കാലത്തായിട്ട് അത് പ്രിവെന്റ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു ടെക്നിക്സും കാര്യങ്ങളൂടെ നമുക്ക് സംസാരിക്കാം. ഇനി ഇപ്പൊ വീട്ടമ്മമാരുടെ കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വീട്ടമ്മമാർ മെയിൻലി? വീട്ടമ്മമാർക്ക് ചെറിയ തരത്തിലുള്ള മുറിവുകൾ പറ്റാം, പിന്നെ ചെറിയ പൊള്ളലുകളേൽക്കാം, പിന്നെ വീഴ്ചകളൊക്കെ സംഭവിക്കാം. നമ്മളിപ്പോ ഫാനൊക്കെ തുടയ്ക്കുന്ന സമയത്ത് താഴത്തേക്ക് വീഴുക. അപ്പം ഞാൻ മീഞ്ചന്ത വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുമാതിരി കടലുണ്ടി നമ്മളൊരു ക്ലാസ് കൊടുത്തിരുന്നു, അവയർനെസ് ക്ലാസ് കൊടുത്തിരുന്നു. അപ്പൊ അത് ടീച്ചറായിരുന്നു, കുറച്ച് പ്രായമുണ്ട്, കുറച്ച് നല്ല തടിയുണ്ട്. അപ്പൊ നമ്മള് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഇവരിതുമാതിരി ഫാന് തുടയ്ക്കുന്ന സമയത്ത് നേരെ വീണുപോയി. അപ്പൊ ഹസ്ബൻഡും പ്രായമുള്ള ആളാ, മക്കള് ഒക്കെ പുറത്താണെന്ന് തോന്നുന്നത്. അപ്പൊ ഇവര് വിളിച്ച സമയത്ത് നാട്ടുകാരെല്ലാം കൂടി വന്നിട്ട് ഇവരെ എടുത്തു പൊക്കാനുള്ള ശ്രമം നടത്തിയപ്പോ പറഞ്ഞ് ഫയർഫോഴ്സിനെ ആംബുലൻസിനെ വിളിച്ചാൽ മതി, ഇപ്പൊ എടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ വിളിച്ചിട്ട് നമ്മൾ വന്നിട്ട് എടുത്ത് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ സമയത്ത് തൊടലിന് ഒരു ഹെയർലൈൻ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവരെല്ലാം കൂടി ചുരുട്ടി മടക്കി ഓട്ടോയിലോ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വഷളാവുമായിരുന്നു. അതൊരു കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചറിലേക്കൊക്കെ പോയി തൊടയിലേക്കൊക്കെ തറച്ച് കീറുന്ന രീതിയിലേക്കോ എന്തായാലും ഒരു ഫ്രാക്ചർ സംഭവിക്കായിരുന്നു. ഇതൊരു ജസ്റ്റ് ഒരു പ്ലാസ്റ്റർ ഇട്ടതിൽ നമുക്ക് ഒതുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പൊള്ളലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ആദ്യം ആളുകൾ ചെയ്യുന്നത് ഇപ്പൊ പേസ്റ്റ് ഒക്കെ എടുത്ത് പരട്ടുന്ന ആളുകളുണ്ട്, അതൊക്കെ എത്രത്തോളം ശരിയാണ്? പൊള്ളൽ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു 3 ടൈപ്സ് ആണ്, ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി ബേൺസ് എന്ന് പറയും. ഫസ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ചെറിയ റെഡിഷ് കളർ ആയിട്ടുണ്ടെന്നുണ്ട്. പിന്നെ നമ്മളെ ടിഷ്യൂസും കാര്യങ്ങളൊക്കെ അതൊന്ന് ചെറിയൊരു ബ്ലിസ്റ്റേഴ്സ് രീതിയിൽ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ സെക്കൻഡ് ഡിഗ്രി എന്ന് പറയാറുണ്ട്. പിന്നെ സിവിയർ ആയിട്ട് നമ്മളെ മസിലും ഇതെല്ലാം കൂടി ബേൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തേർഡ് ഡിഗ്രി ബേൺസിലേക്ക് വരാറുണ്ട്. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം യൂസ് ചെയ്യാന്നുള്ളതാണ്. റണ്ണിങ് വാട്ടർ, കയ്യും കാലും കഴിഞ്ഞാൽ നോർമൽ വാട്ടർ തുറന്നു വെച്ചിട്ട് കുറച്ചു നേരം നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഹീറ്റിനെ വെള്ളം അബ്സോർബ് ചെയ്യും. അപ്പൊ നമ്മൾ ആ റിസ്ക് കുറയും. പേസ്റ്റ് ഒക്കെ പരത്തുന്നത് പേസ്റ്റും കാര്യങ്ങളൊക്കെ പരത്തി കഴിഞ്ഞാൽ ഹീറ്റ് നമ്മുടെ ശരീരത്തിൽ എത്തിയ ഹീറ്റ് ഒരു കാരണവശാലും പുറത്തേക്ക് പോവില്ല. അത് റിസ്ക് കൂടുതലാണ്. തെറ്റായ രീതിയായി പേസ്റ്റ് ഇതാക്കുക, പിന്നെന്താ തേൻ പുരട്ട്, അങ്ങനെയുള്ള പൊടിക്കൈകളൊന്നും വെള്ളം റണ്ണിങ് വാട്ടർ ആണ്. പൊള്ളലേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പൈപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തുറന്നു നോക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ഗ്ലാസ്സിലോ എന്തെങ്കിലും എടുത്തിട്ട് വെള്ളം പാർന്നു കൊടുക്കുക. അപ്പൊ ആ ഹീറ്റിന് ഐസ് വെക്കുന്നത് അല്ല, ഐസ് അല്ല പറയുന്നത്, നമ്മൾ റണ്ണിങ് വാട്ടർ തന്നെയാണ് പറയുന്നത്. ഇനി കുട്ടികൾക്കായിട്ടുള്ള ചെറിയൊരു ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൂടെ ഒന്ന് സംസാരിക്കാമോ? കുട്ടികൾക്ക് ഈ കുട്ടികളെ കുട്ടികളിപ്പോ ചെറിയ കുട്ടികൾ മുതൽ അത്യാവശ്യം 2 വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വിഴുങ്ങുന്നതും, പിന്നെ ഈ കടലമണിയോ അല്ലെങ്കിൽ ചെറിയ മുത്തുകൾ അങ്ങനെയുള്ള കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ ചോക്കിംഗ് എന്ന് പറയും. നമ്മളെ എയർവേ ബ്ലോക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ അവരെ നമ്മള് വായ തുറന്നു പിടിച്ചിട്ട് നമ്മളെ തൊടയിലായിട്ട് കമഴ്ത്തി പിടിച്ചിട്ട് ബാക്ക് സ്ലാബ്സ് കൊടുക്കുക. നമ്മളെ ഷോൾഡറിൽ ഒരു 4-5 തവണ സ്ലാബ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് പുറത്തു പോകും. അല്ലെങ്കിൽ ചെറിയ രീതിയിൽ തട്ടി നോക്കുക. പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടി ചിലപ്പോൾ മരണത്തിലേക്ക് പോവാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ CPR കൊടുക്കുക. അതിന്റെ ആ 2 മിനിറ്റ്സ് നമ്മൾ റെസ്റ്റിംഗ് ടൈം ഉണ്ടല്ലോ, അതിൽ നമ്മൾ എന്ത് ചെയ്യുക, അഗൈൻ ഈ ചോക്ഡ് ഒബ്ജക്റ്റ് പുറത്തേക്ക് വരണം എന്നുള്ളതാണ് ലക്ഷ്യം. നമ്മള് വലിയ ആളുകളാണെന്നുണ്ടെങ്കിൽ ഹെൽമിറ്റ് മാന്യൂർ എന്ന് പറഞ്ഞിട്ട് നമ്മള് പൊക്കിളിന്റെ മുകളിലായിട്ട് കൈ മടക്കി പിടിച്ചിട്ട് ഉള്ളിലേക്ക് J മോഡലിൽ എന്ത് ചെയ്യുക, നമ്മൾ പ്രഷർ കൊടുക്കുക. ഈ ഒബ്ജക്റ്റ് പുറത്തേക്ക് തുപ്പി അങ്ങോട്ട് പോകും. ഒരു കാരണവശാലും വായിലേക്ക് കൈ ഇട്ടിട്ട് എടുക്കാൻ അത് ഉള്ളോട്ട് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഈ കുട്ടി മരണവെപ്രാളത്തിൽ നമ്മളെ കൈ കടിച്ചു മുറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂവിൽ നമ്മുടെ വിശ്വാസ് സാറായിരുന്നു. സാർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പെട്ടെന്നൊരു അപകടം വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ അപകടം വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി സാർ പറഞ്ഞു തന്നു. ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ, പ്ലാറ്റ്ഫോമിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ സാറിനെ ഇവിടെ ഞങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചതിന്. ഇത് കണ്ടുപിടിക്കുന്ന പ്രേക്ഷകരോട് സാറിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അല്ല, ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ പാനിക് ആവാതെ നമുക്ക് കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്താൻ സാധിക്കട്ടെ. ഒരു എമർജൻസി കണ്ടു കഴിഞ്ഞാൽ ഫയർഫോഴ്സിനെ വിളിക്കാനുള്ള ഒരു മെസ്സേജ് കൂടി ഉണ്ടാവട്ടെ എന്നുള്ള ഒരു ഇത് മാത്രമേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. അപ്പോൾ സാർ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ബീയിങ് ദ പാർട്ട് ഓഫ് പ്ലാറ്റ്ഫോം. താങ്ക് യു.